ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീമാണ്, ചോക്ലേറ്റ് ഐസ്ക്രീം. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഐസ്ക്രീം വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ തണുത്ത പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. പാലും കൊക്കോ പൗഡറും മിക്സ് ചെയ്ത മിക്സ് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കൊക്കോ പൗഡറിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട്, പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പാല് കുറുകി വരുന്നത് വരെ അടി പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പാലും ചോക്ലേറ്റ് പൗഡറും ചേർത്ത മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കുന്നതിനായിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കാം. ഇതിൽ തന്നെ ഇരുന്നാൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കാം. ഇത് ഇനി നന്നായിട്ടൊന്ന് തണുക്കുന്നത് വരെ മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 200 ml 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ബീറ്റർ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർ മിക്സിയിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നേരത്തെ കുറുക്കി മാറ്റി വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൊക്കോ പൗഡർ മിക്സ് നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. ഇനി ഒരു സ്പാച്ചില വെച്ച് ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡറും വിപ്പിംഗ് ക്രീമും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് ഇവിടെ ഞാൻ ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ഐസ്ക്രീം തയ്യാറാക്കുമ്പോൾ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ടേസ്റ്റ് ഈ ഐസ്ക്രീമിന് കിട്ടുന്നതായിരിക്കും. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പകുതി ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കി മധുരം നോക്കിയിട്ട് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയതിന് ശേഷം മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുക. 150 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലോ ട്രേയിലോ ഒഴിച്ച് ഓവർനൈറ്റ് ഫ്രീസറിൽ വയ്ക്കാം. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസറിൽ ഇരിക്കണം. എന്നാലേ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായി വരത്തുള്ളൂ. ഐസ്ക്രീം മിക്സ് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നിരത്തി സെറ്റാക്കി കൊടുക്കാം. ഇനി ഇത് ഫ്രീസറിലേക്ക്. അപ്പോൾ 8 മണിക്കൂർ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്തെടുക്കാം. വളരെയധികം ടേസ്റ്റിലുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ വേനലവധി കാലത്ത് കുട്ടികൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.